നമ്മുടെ കയ്യിലിരിക്കുന്ന ആളെയൊക്കെ ഉണ്ട് നല്ല ഒന്നാം തരം പാലിനുണ്ട് കേട്ടോ. അപ്പൊ ഈ പാലിനുണ്ടിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി ഞണ്ടുകറി ഇങ്ങനെ ഉണ്ടാക്കിയല്ലോ. അപ്പൊ നേരെ വിട്ട് നമ്മുടെ വീഡിയോയിലോട്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ തേങ്ങ ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ലീവാണ്, നമ്മുടെ പാടൊക്കെ ഉണ്ടല്ലോ നല്ല പച്ചപ്പ് വിരിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്താ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഞണ്ട് പിടുത്തം കേട്ടോ. നമ്മുടെ കർക്കിടക മാസം കഴിയാറാകുമ്പോഴാണ് ഞണ്ട് പിടിക്കാൻ നമ്മൾ ഇറങ്ങുന്നത്. നമ്മുടെ ഞണ്ടൊക്കെ ഏകദേശം വലുപ്പമായിട്ടുണ്ട്. നമുക്ക് നോക്കാം, കുറച്ച് ഞണ്ട് കിട്ടും നോക്കിയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഞണ്ട് കറി വയ്ക്കാം കേട്ടോ. പുഞ്ചയൊക്കെ കിട്ടില്ല, ഏകദേശം കതിരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പുന്നല്ലിന് വേണ്ടിയുള്ള കതിരാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മള് ഞട്ടതൊന്നും ഏകദേശം ഈ വലുപ്പമായിട്ടില്ല കേട്ടോ. ഇതുപോലെ കതിരൊന്നും വന്നിട്ടില്ല. അത് കണ്ടില്ലേ, നല്ല അടിപൊളി കതിരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയത്താണ് ഞണ്ട് കൂടുതലായിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്കൊന്ന് നോക്കാം എത്ര കിട്ടും എന്നൊക്കെ. നമ്മുടെ വരമ്പിന്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, കംപ്ലീറ്റ് കാട്ടുപന്നികളുടെ ശല്യം കാരണം ഇടിച്ചു ചേർത്തിട്ടിരിക്കും കേട്ടോ. ഒരു കൂട്ടത്തോടെ രാത്രിയൊക്കെ ഞങ്ങൾ ഇറങ്ങും. പിന്നെ എല്ലാ വരമ്പും കുത്തി കളിച്ചിട്ടും മണ്ണിന് പിടിക്കാനാണെന്നൊക്കെയാണ് തോന്നുന്നത്. പക്ഷെ നമ്മുടെ വരമ്പുകളൊക്കെ ഇതുപോലെ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മഴ കൂടി വന്നു കഴിഞ്ഞാൽ വരമ്പ് കംപ്ലീറ്റ് അങ്ങ് ഇടിഞ്ഞും മണ്ണിൽ വെള്ളത്തോടു കൂടി അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഞണ്ട് പിടിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു കണ്ടത്താണ്. അവിടെ കഴായിലാണ് നമ്മൾ ഞണ്ട് പിടിക്കുന്നത്. കഴായി എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തെ കണ്ടത്ത് നമ്മുടെ കണ്ടത്തേക്ക് വെള്ളം ചേർന്നൊരു ഭാഗമാണ്. അപ്പോൾ കുറച്ച് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഈ കഴായിൽ മാത്രമേ വെള്ളമുള്ളൂ. മിക്കവാറും ഞണ്ടുകൾ ഈ ഭാഗത്ത് ഉണ്ടാവാനാണ് സാധ്യത. അപ്പൊ നമ്മൾ അവിടെയാണ് തപ്പി നോക്കുന്നത് കേട്ടോ. രാത്രി തന്നെ ബെസ്റ്റ്. നല്ല പെരുമഴ പെയ്തില്ല. ആ പെരുമഴയത്ത് നമ്മുടെ വരമ്പ് കംപ്ലീറ്റ് അങ്ങ് ഇടിഞ്ഞു പോയിട്ടോ. നമ്മുടെ കണ്ടം കംപ്ലീറ്റ് വെള്ളം മുങ്ങിയായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് പുഞ്ച കംപ്ലീറ്റ് അങ്ങോട്ട് പോയി. അപ്പൊ ഇതിലാണ് ഇനി നമ്മൾ തപ്പ ഇറങ്ങുന്നത്. ചെറിയ ചെറിയ മീനോ അതുപോലെ ഞണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ട് കൂടെ. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന്. നല്ലപോലെ വെള്ളമുണ്ട് എന്താ വെച്ചാലും. അപ്പൊ ഇതിന്ന് മീൻ കിട്ടുമോ അല്ലെങ്കിൽ ഞണ്ട് കിട്ടുമോ നമുക്ക് കണ്ടു തന്നെ അറിയണം. എനിക്ക് നീ കാണിച്ചു കൊടുക്ക്. നമുക്ക് ആദ്യത്തെ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരുപാട് വലുപ്പം എത്തിയിട്ടില്ലല്ലേ. പക്ഷെ നമ്മുടെ പാടത്തെ ഞണ്ടൊക്കെ ഇത്ര വലുപ്പമേ ഉള്ളൂ. കുഞ്ഞൻ ഞണ്ടുകൾ എന്താ എടുത്താ പരല് എല്ലാ അടിയിൽ പരലല്ലേ. നമ്മുടെ ആദ്യത്തെ വെള്ളം കയറില്ല, ആദ്യത്തെ പുതുമഴയ്ക്ക് നമ്മുടെ മീനൊക്കെ കയറില്ലേ. മീനൊക്കെ കയറിയിട്ട് എവിടെയെങ്കിലൊക്കെ മുട്ടിയിട്ട് വിരിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങി വരും. ആ സമയത്താണ് നമ്മൾ പിടിക്കാൻ ഇറങ്ങണത്. ഇപ്പൊ നിറയെ മീൻ കുഞ്ഞുങ്ങളും കിട്ടും, പിന്നെ ഇതുപോലെ ഞണ്ടും നമുക്ക് ഇഷ്ടം പോലെ കിട്ടണതാണ്. പക്ഷെ ഇന്നൊന്നും കാണാനില്ല, നല്ലോണം വെള്ളമുണ്ട്. അതാണ് ബുദ്ധിമുട്ട്. നനഞ്ഞ റൈമി എന്താ നനയ്ക്കും. അപ്പൊ ഇതുപോലുള്ള ഭാഗങ്ങളാണ് കൂടുതലായിട്ട് ഞണ്ടുണ്ടാവും കേട്ടോ. നമ്മുടെ വരമ്പിന്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ മാളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെയാണ് ഇരിക്കുക. പിന്നെ ഇതുപോലെ പുല്ലും അതുപോലെ വെള്ളം ഇറങ്ങി വരുന്ന ഭാഗത്ത് ആ ചാക്കുകളുടെ ഇടയിലോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഞണ്ടുകൾ കൂടുതലായി കാണുക. ചാക്ക് ഇടുന്നത് നമ്മുടെ കണ്ടത്തേക്ക് വെള്ളം വരുന്നത് ഇടിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ ചാക്കൊക്കെ ഇടും കേട്ടോ. അപ്പൊ അതിന്റെ ഗ്യാപ്പിലും സൈഡിലൊക്കെ നിറയെ ഞണ്ട് കയറി കിടക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല. നമ്മൾ കുറെ തപ്പി നോക്കി, ഒരുപാട് ഞണ്ടൊന്നും കിട്ടിയില്ല കേട്ടോ. കുറച്ച് ഞണ്ടേ നമുക്ക് കിട്ടിയുള്ളൂ. അതെല്ലാം വളരെ ചെറിയ ഞണ്ടുകളാണ്. എങ്കിലും നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പാമ്പൊക്കെ അടിയിൽ കയറി കിടക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ഇതുപോലുള്ള ഞണ്ടുപിടുത്തത്തിനൊക്കെ ഇറങ്ങാൻ. പിന്നെ നമ്മുടെ കണ്ടോണം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര ധൈര്യത്തോടു കൂടി എല്ലാം ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മുടെ പഞ്ചയുടെ ഇടയിൽ കൂടിയൊക്കെ നമ്മൾ വെള്ളം കയറി കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഞണ്ട് കിട്ടും. ചിലപ്പോൾ ഈ നുരിയുടെ ഇടയിലൊക്കെ ഞണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനൊക്കെയാണ് നമ്മൾ ഞണ്ട് പിടിക്കാറ്. അപ്പൊ എന്താ വെച്ചാൽ നല്ല അടിപൊളി പരിപാടിയാണ് ഞണ്ട് പിടുത്തം. ചെറിയ ഞണ്ടായതുകൊണ്ട് വലിയ ഇറുക്കൊന്നും കിട്ടില്ല. നമ്മുടെ മഡ് ക്രാബൊക്കെ അല്ലേ നമ്മുടെ കായലിലൊക്കെ കിട്ടുന്നത്, അതൊക്കെയാണെങ്കിൽ ഒടുക്കത്തെ കടശലായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒന്നും ഞണ്ട് നമ്മുടെ നാട്ടിലില്ല കേട്ടോ. നമ്മുടെ ഭാഗത്ത് കണ്ടിട്ടില്ല ഇത്. എവിടെയാണ് അറിയാം പച്ചില്ലേ ഈ ഫസ്റ്റ് ഇത് അതിന്റെ ഇടയിൽ കൂടെ അപ്പൊ നമുക്ക് ഒരുപാട് ഞണ്ടൊന്നും കിട്ടിയില്ല. ക്യാൻഡയിൽ കുറച്ച് നമ്മൾ മിസ്സാക്കുകയും ചെയ്തു. അങ്ങനെ അവസാനം നമ്മൾ തപ്പി നടന്ന് നമ്മുടെ കുളത്തിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടോ. അപ്പൊ കുളത്തിന്റെ അടുത്ത് നമ്മുടെ ചെറിയ ചാലില്ല. അപ്പൊ അതിനകത്താണ് ഇപ്പൊ ഞണ്ടുപിടുത്തം. ചെറിയ കുഞ്ഞും പാലുണ്ടല്ലേ, എന്താ ഭംഗിയില്ലേ. സംഭവം ഉഷാറാണ്. നല്ല ഒതുങ്ങിയിരിക്കുന്ന നല്ല കുഞ്ഞൻ ഞണ്ടുകൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊന്ന് പെറുക്കി എടുക്കുന്നത് കേട്ടോ. കുഞ്ഞു ഞണ്ട്
നമ്മുടെ ഈ കാലം തെറ്റിയുള്ള മഴ അതുപോലെ നല്ല കുത്തിയൊഴുകി വെള്ളം പോക്കൊക്കെ കാരണം നമ്മുടെ ഞണ്ട് വളരെ കുറവാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഞണ്ടൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ ഭാഗത്തൊക്കെ. അപ്പൊ വെള്ളം ഇത്രയും വറ്റിയിട്ട് ഞണ്ട് വളരെ കുറവാണ് കാണുന്നത്. നമ്മുടെ കുളത്തിൽ നിന്ന് നമ്മുടെ ശാലോട്ട് വെള്ളം വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ നിന്നും കിട്ടിയൊരു കുഞ്ഞു ഞണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെറുതൊക്കെ ഉള്ളൂ, ഒരുപാട് വലുതൊക്കെ നമുക്ക് പോയി തോന്നുന്നു. കാരണം നല്ലപോലെ വെള്ളം വരുമ്പോൾ അതിനകത്ത് പോയി എന്നാണ് എനിക്ക് തോന്നണേ. ഞണ്ടാണ്, നമുക്ക് ഞണ്ടിനെ കാണാം. പകലായതുകൊണ്ട് കുറച്ച് ഞണ്ടേ ഉള്ളൂ, അല്ല മാളത്തിൽ കയറി കിടക്കാണ് തോന്നുന്നു. രാത്രി കറിയും കഴിഞ്ഞാൽ നല്ലത് കിട്ടും. ഏട്ടൻ 1-2 ഇതുണ്ട്, ഈ 2-3 നല്ല രാത്രി ആവാൻ പിടിച്ചു വെച്ചാണ്. ഉഷാറ് ഞണ്ടുണ്ട. നല്ല തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇറുക്കും കിട്ടും. സൂക്ഷിക്കണം പിടിക്കാനൊക്കെ. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനുള്ള നല്ല നാടൻ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് അടുത്തുള്ളത്. അപ്പൊ നമുക്ക് നേരെ ക്ലീനിങ്ങിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ഞണ്ടിനെയൊക്കെ നമ്മൾ കൊന്നെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാനുള്ള പരിപാടി തുടങ്ങാം. നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്ത് വലിയ ഐഡിയ ഒന്നും ഇല്ല, പക്ഷെ നമുക്ക് അറിയുന്ന രീതിക്ക് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇതിൽ ഏതൊക്കെ എടുക്കണം നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് മാക്സിമം എല്ലാം ഒഴിവാക്കിയിട്ട് നല്ല മീറ്റ് മാത്രം നമുക്ക് എടുക്കാം കേട്ടോ. ഇതിന്റെ ഈ സെൽസ് ഒക്കെ നമുക്ക് കളയാം. ഇത് പൊന്നൊക്കെ പറയും ചിലര്, നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കില്ല. ഇത് കഴുകി കളയാം. നമുക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനും ഇല്ല കേട്ടോ നമ്മുടെ ചെറിയ കുഞ്ഞു ഞണ്ടുകളിലൊന്നും. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയാം കേട്ടോ. ഇത് അത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി. ശരിയൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. വിളിച്ച് പോകുന്നില്ലടി. ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കളയും? അങ്ങനെ കുറച്ചു നേരത്തെ കഠിന പ്രയത്നത്തിനുള്ളിൽ നമുക്ക് കിട്ടിയ ഞണ്ട് കണ്ടില്ലേ, നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ ഞണ്ട് കുട്ടന്മാർ ഇതാട്ടോ. നമ്മുടെ തോടൊക്കെ പൊളിച്ചെടുത്തപ്പോഴേക്കും ആള് കുറച്ചേ ഉള്ളൂ, ആകെ കുറച്ചേ ഉള്ളൂ. പിന്നെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അകത്തും വല്ല മണലോ ചെളിയോ വല്ലതുണ്ടെങ്കിൽ എല്ലാം പോകാൻ വേണ്ടി നല്ലോണം വാഷ് ചെയ്തെടുക്കുക. ഒരു 3-4 തവണ നന്നായി വാഷ് ചെയ്തെടുക്കുക. നമുക്കിൻ്റെ വെള്ളത്തിനൊരു പഞ്ഞില്ല, നമ്മുടെ കുളം നിറച്ച് വെള്ളം കിടക്കുന്നുണ്ട്. അപ്പോൾ 2-3 തവണയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മുടെ ഞണ്ടിനെ. അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മസാലയൊക്കെ തിരുമ്പിയിട്ട് നമുക്ക് കണ്ട് പൊരിച്ചെടുത്തിട്ട് കറി വയ്ക്കാം. അപ്പം മസാല പോരട്ടെ. നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മളിപ്പോൾ വറുത്തിട്ട് ഗ്രേവി ആക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ വറുത്ത് കഴിഞ്ഞാൽ കഴിക്കാനൊന്നും ഉണ്ടാവില്ല ഇതിനകത്ത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഗ്രേവി വയ്ക്കാൻ പോകും കേട്ടോ. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഞണ്ടിട്ട് നല്ല അടിപൊളി ഗ്രേവി, അത് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉഷാറ് കറി. പോയാലോ? നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് വരട്ടിയെടുക്കുന്ന ഈ ഞണ്ട് കറിക്ക് ഒരുപാട് വെജിറ്റബിൾസിന്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ ഉള്ളിയാണെങ്കിൽ അടിപൊളിയായിരിക്കും, പക്ഷെ ചെറിയ ഉള്ളി നേരാക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വലിയ ഉള്ളി എടുത്തിട്ടാണ് നേരാക്കിയത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, അതായത് നമ്മുടെ പച്ചമുളക് ചെറുതായിട്ട് അരിയാതെ നടുവേ പിളർന്നിട്ടാൽ മതി. ഞണ്ട് കറിക്കൊക്കെ എരിവ് മസ്റ്റാണ്, എരിവും പുളിയൊക്കെ മസ്റ്റാണ്. അതിനാണ് നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തിരിക്കുന്നത്. പച്ചമുളക് എന്താ വെച്ചാൽ നടുവേ പിളർന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പുളിക്ക് വേണ്ടി നമ്മുടെ തക്കാളി, അതും ഒരു 1-2 തക്കാളി എടുത്താൽ മതി. ഒരുപാട് തക്കാളി ഒന്നും വേണ്ട, കാരണം നമ്മളിൽ കുറച്ച് ഞണ്ടേ ഉള്ളൂ.
പോകും. അപ്പം തക്കാളിയൊക്കെ നല്ല കുനുകുനാന്ന് അരിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ മസാലയിൽ അങ്ങോട്ട് അങ്ങോട്ട് ചേരും, ഉടഞ്ഞ് നമ്മുടെ മസാലയുടെ കൂടെ അങ്ങോട്ട് ചേരും. പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, എടുത്ത് കളയാനൊന്നും ഉണ്ടാവില്ല. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മുടെ ഞണ്ട് കറിക്ക്. അപ്പൊ തേങ്ങാപ്പാലിന് വേണ്ടി നല്ല വിളഞ്ഞൊരു നാളികേരം എടുത്ത് ഉടച്ചെടുത്ത് നമ്മൾ നന്നായി ചിരവി എടുക്കുക കേട്ടോ. നമ്മുടെ കുളത്തിൽ ചിരവിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒന്ന് ഇടികല്ലിട്ട് 2 ഇടി അങ്ങോട്ട് ഇടിച്ചു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ നല്ല സുറുസുറാന്ന് നമുക്ക് പിഴിഞ്ഞങ്ങോട്ട് എടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വല്ല തോർത്ത് വല്ലതും വെച്ച് പിഴയണം. നമ്മളിപ്പോൾ തോർത്തൊന്നും കയ്യിലില്ല, അപ്പോൾ നമ്മൾ നമ്മുടെ ഇടിക്കലിൽ നമ്മുടെ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇടിച്ച് ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം, നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. നമ്മുടെ 1-ാം പാല് കിട്ടിയിട്ടുണ്ട്, 1-ാം പാല് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്നും കൂടി അങ്ങ് ഇടിച്ചിട്ട് നമുക്ക് 2-ാം പാലും അങ്ങ് എടുക്കാം കേട്ടോ. ഇനിയിപ്പോ പാല് പിഴിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല കടയിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ തേച്ച് ചേർത്തിട്ട് നല്ല അടിപൊളി പാല് പാക്കറ്റിലാക്കി വരുന്നുണ്ട്. പക്ഷെ അതിന് ഇത്ര ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എളുപ്പപ്പണി ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ആ വഴിയും ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ കിടിലൻ തേങ്ങയൊക്കെ എടുത്ത് നല്ല ചിരവി എടുത്ത് ഇതുപോലെ നല്ല ബലം കൊടുത്ത് നല്ല ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഞണ്ട് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. മസാലയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ പോവാൻ ചട്ടി വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഓയിലൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു. അപ്പൊ നമ്മുടെ നെടുവേപ്പിലർന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളകില്ലേ, ആ പച്ചമുളക് തന്നെ നമുക്ക് ആദ്യം അങ്ങോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് വലിയ ഉള്ളി ഇട്ടോ, സവാള. അപ്പൊ നമ്മുടെ പച്ചമുളകും സവാളയൊക്കെ നന്നായിട്ട് വാഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മണം ഉണ്ടാവും, ആ പ്രിസർവേറ്റീവ്സിന്റെ ഒക്കെ ആയിരിക്കാം. നന്നായിട്ട് അത് ചുരുട്ടിയാൽ മാത്രം ആ മണം പോകുള്ളൂ കേട്ടോ. നമ്മൾ ഇടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു നല്ലൊരു മണമാണ്. പക്ഷെ ഇതിന് അത്രയ്ക്ക് മണം എനിക്ക് തോന്നിയിട്ടില്ല. നന്നായിട്ട് നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇഞ്ചി വെളുത്തിലേക്ക് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ മുളക് പൊടി, കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാം കൂടി നമുക്ക് എടുത്തിട്ട് നമുക്ക് അതിലിട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന്റെ പച്ചമണമൊക്കെ മാറുന്ന പോലെ നല്ലപോലെ നമ്മുടെ എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എങ്കിലാണ് കറിയുടെ നല്ല കിടുക്കാച്ചി ടേസ്റ്റ് കിട്ടുള്ളൂ. എപ്പോഴും നമ്മുടെ മസാലയുടെ ഒരു പച്ചച്ചൊയ വന്നു കഴിഞ്ഞാൽ കറിക്ക് വല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഞണ്ട് കറി, മീൻ കറിയൊക്കെ ചെയ്യുമ്പോൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. പിന്നെ അവസാനം കുറച്ച് തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. തക്കാളി മുൻപേ ഇട്ട് കഴിഞ്ഞാൽ ഈ മസാലയൊന്നും അതുപോലെ നല്ലപോലെ മൂത്ത് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ തക്കാളി ലാസ്റ്റ് ഇട്ടത്. അപ്പോൾ എന്താ തക്കാളി കൂടി ഒന്ന് ഉടഞ്ഞ് ചേരട്ടെ, അതുവരെ നമുക്ക് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ എണ്ണയിൽ കിടന്ന് മൂത്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കണം. കാരണം നമ്മുടെ ഞണ്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാനുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയൊരു ഗ്രേവി ടൈപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതിലോട്ട് കുറച്ച് നമ്മുടെ കഴുകി വൃത്തിയാക്കി ഞണ്ടിലിട്ട് കൊടുക്കാം. ഞണ്ട് കണ്ട സ്വർണം.
നമ്മുടെ ഞണ്ട് നല്ല മസിൽ പിടിച്ച് കിടക്കും കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 2-ാം പാലും കൂടി കിടന്നിട്ട് നമ്മുടെ ഞണ്ടൊന്ന് കുറുകി വരട്ടെ. പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇവിടെ 1-ാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2-ാം പാലിൽ കിടന്ന് തിളച്ച് വരുന്ന നമ്മുടെ ഞണ്ടിലോട്ട് 1-ാം പാൽ, നല്ല കട്ടിയുള്ള 1-ാം പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരുപാട് നേരം വെച്ച് ചൂടാക്കി വറ്റിക്കൊന്നും വേണ്ട. നമ്മുടെ 1-ാം പാൽ വെച്ച് കഴിഞ്ഞാൽ അധികം നേരം നമുക്ക് വെക്കാൻ പറ്റില്ല. ഒരു കറിവേപ്പില എടുക്കാം കേട്ടോ അവിടെ നിന്ന്. നമ്മുടെ മസാല കുളിച്ചെടുക്കുന്നത് നമ്മുടെ ഞണ്ട് കണ്ട. ഇപ്പൊ നമ്മുടെ നാടൻ ഞണ്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ നല്ല കിടുക്കാച്ചി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടേസ്റ്റ് ചെയ്ത് കൂടി നോക്കണം കേട്ടോ സംഭവം എങ്ങനെയുണ്ടെന്ന്. കാണാനൊക്കെ അടിപൊളി ലുക്കാണ് കണ്ടില്ലേ. ഒരു ബ്രെഡും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഞണ്ട് തന്നെ ടേസ്റ്റ് നോക്കാം. എന്തുണ്ട്, നല്ല ഉപ്പുമുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കഴിക്കാറിയാത്തൊരു കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതിന്റെ മുള്ളും തോടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് കഴിക്കുക. കുറച്ച് മെനക്കെട്ട പണിയാണ് നമ്മുടെ ഞണ്ട് കഴിക്കുക എന്നുള്ളത്. അപ്പൊ ബ്രെഡും ആ മസാലയും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. ആ നല്ല തേങ്ങാപ്പാലിന്റെ ഗ്രേവിയും ആ ഉള്ളിയും ആ മസാലയൊക്കെ ഇട്ട് മസാല സെറ്റാട്ടോ. നല്ല കുഞ്ഞു ഞണ്ട് കണ്ട സംഭവം ഉഷാർ തന്നെയാണ്. ഇതിൽ നല്ല അടിപൊളി സാധനം. വാടാ ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. അഞ്ഞു വേടാ. സ്വതന്ത്രമായിട്ട് പണിയെടുത്ത് വന്നതാണ് കഴിക്ക്. നല്ല എരിവുണ്ട്. നല്ല എരിവ് ആ മസാലയുടെയും. പക്ഷെ അത് കഴിക്കാത്തിരി ആ തോട് കടിച്ചു പൊട്ടിക്കാതില്ല ടാസ്ക് മാത്രമേ ഉള്ളൂ. മസാല അടിപൊളി. അപ്പൊ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. സംഭവം ഉഷാറ് സാധനമാണ്. നമുക്ക് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവരും കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ കൊച്ചു വീഡിയോ ഉള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടിലൻ വീഡിയോ ഉണ്ട്. വീണ്ടും കാണാം.